ഹായ് ഓൾ. നീറ്റ് ജെഇ പോലുള്ള ഇന്ത്യയിലെ ടഫായിട്ടുള്ള എക്സാമുകളിൽ +2 കഴിഞ്ഞ ഉടൻ തന്നെ ഡയറക്റ്റായിട്ട് ഈ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യുന്ന ഒരുപാട് മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ പറ്റും. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്ന ഒരു ആൻസർ ഉണ്ട്, ഇത് ഞങ്ങൾ +1 നിന്നോ +2 നിന്നോ സ്റ്റാർട്ട് ചെയ്ത ഒന്നല്ല. ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ മുന്നേ ഏറ്റവും ചുരുങ്ങിയത് ഒരു 8ാം ക്ലാസ് മുതലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനും വേണ്ട പ്രിപ്പറേഷനുകളും സ്ട്രാറ്റജികളും ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് +2ൻ്റെ കൂടെ എക്സാം നീറ്റ് ജെഇ പോലുള്ള എക്സാമുകൾക്ക് ഞങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്താനും കഴിഞ്ഞത് എന്നാണ് ആ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായൊരു ഫൗണ്ടേഷൻ 8ാം ക്ലാസ്സിലൊക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾ നമുക്കും ക്രാക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ സയൻസ് ആൻഡ് മാത്സിൽ എന്ത് ചെയ്യണം, നമ്മുടെ കൺസെപ്റ്റുകൾ ഏറ്റവും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം. കുറേ ഹാർഡായിട്ട് പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ 8ാം ക്ലാസ്സിലെ കുട്ടി എന്തിനാണ് നീറ്റ് ആൻഡ് ജെഇക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ +2ൻ്റെ സിലബസ് അതുപോലെ പഠിച്ച് അവർ അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതല്ല. നേരെ മറിച്ച് നമുക്ക് 8ാം ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ കൺസെപ്റ്റുകൾ ഡീപ്പായിട്ട് അതേപോലെ തന്നെ ലോജിക്കലി തിങ്ക് ചെയ്യാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും നമ്മൾ പടിപടിയായി പഠിച്ചു കൊണ്ടുവരുമ്പോൾ മാത്രമാണ് +2ൻ്റെ കൂടെ നമുക്ക് ഈ പറഞ്ഞ നീറ്റും ജെഇയൊക്കെ പോലെയുള്ള കോമ്പറ്റീഷൻ എക്സാം നമുക്ക് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് 8ാം ക്ലാസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ടൈമാണ്. അത് പറയാൻ 1-2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലും അത് ലോജിക്കലി തിങ്ക് ചെയ്യാനും അതേപോലെ തന്നെ നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാകുവാനും അതേപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഓർത്തു വെക്കാനും മനസ്സിലാക്കി പഠിക്കാനും ഒരേ സമയത്ത് കഴിയുന്ന ഒരു ടൈം കൂടിയാണ്. ആ ഒരു നമ്മളെ ബ്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ കൂടുതലാകുന്ന ഒരു സമയം കൂടിയാണ് നമ്മുടെ ഈ ഒരു ടീനേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വസ്തു മുകളിലേക്ക് എറിഞ്ഞാൽ താഴേക്ക് വീഴുന്നു അല്ലേ, അത് ഫോൾ ചെയ്യുന്നു നമുക്കറിയാം. അത് ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് അവിടെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടെന്നും ആ ഗ്രാവിറ്റേഷൻ എന്തുകൊണ്ട് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും നമ്മളെ ക്യൂരിയോസിറ്റി കാരണം നമ്മൾ ചോദിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ +1 +2ലും ഇതേപോലെ ഫിസിക്സിൽ ഗ്രാവിറ്റേഷനും അതിൻ്റെ ഇക്വേഷനുകളും അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അവിടെ ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്തൊരു കുട്ടിക്ക് മാത്രമാണ് +1ലും +2ലൊക്കെയുള്ള ഇത്തരം കൺസെപ്റ്റുകൾ ഉണ്ടാവുള്ളൂ. അതിലെ ഏറ്റവും ടഫായിട്ടുള്ള പ്രോബ്ലംസ് വരെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത്, ഈ ഒരു ഏജ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള അതിന് പറ്റിയ ഒരു സമയമാണെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ 8ാം ക്ലാസ്സാണ് ഏറ്റവും പറഞ്ഞ ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് പ്രോപ്പർ ടൈം എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം 8ാം ക്ലാസ് സിലബസ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ആയിക്കോട്ടെ CBSE ഒക്കെ ആയിക്കോട്ടെ ഭയങ്കര ഹെവിയുമല്ല എന്നാലോ അത്ര ഈസിയുമല്ല, ഒരു ഇൻ ബിറ്റ്വീനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സ്കൂളിലെ കൺസെപ്റ്റുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറാൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും. അവിടെ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാത്സിലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഒരു ലീനിയർ ഇക്വേഷൻ പോലെയുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ അവിടെ നമുക്ക് സ്കൂളിലത്തെ സിലബസിലെ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഒരു 9th and 10th അല്ലെങ്കിൽ വേണ്ട, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഫ്രാക്ഷൻസ് 8ാം ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു കുട്ടിക്ക് 9th-ലും 10th-ലും എന്ത് ചെയ്യുള്ളൂ, അത് മാത്സിൽ മാത്രമല്ല ഫിസിക്സിലെ ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യാൻ, ഈവൻ കെമിസ്ട്രിയിൽ നമുക്കറിയാം മോൾ കൺസെപ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ 6.022 × 10⁻23 ഈ പവറും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും ചില കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, അത് മാത്സിൽ മാത്രമല്ല ഉള്ളത് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ താഴേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മാത്സിലൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഈ പറഞ്ഞ ബേസിക് കൺസെപ്റ്റുകൾ ഫൗണ്ടേഷൻ എന്താണ് അവിടെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയം കൂടി അതിന് പറ്റിയൊരു സിലബസ് കൂടിയാണ് 8ാം ക്ലാസ് എന്ന് പറയുന്നത്. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളുടെയും ഒരു ഇലാബറേറ്റഡ് ഒരു രൂപമാണ് ഇവിടെ വരിക, 9th-ലും 10th-ലും വരിക.
അതിൻ്റെ നേരെ ബാക്കിയാണ് ഇവിടെ വരിക +1 +2 വരിക. അപ്പോൾ +1 +2ലും ഈ പറഞ്ഞ എല്ലാ കൺസെപ്റ്റും ആദ്യമായി പഠിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിയർ ക്ലാരിഫിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും ടഫായിട്ടുള്ള ഒരു ടോപ്പിക്സും സബ്ജക്റ്റുമായിട്ട് ആ സമയത്ത് മാറുകയും ഈ നീറ്റ് JEE പോലുള്ള എക്സാമുകൾക്ക് നമുക്ക് ഒരു ഐഡിയ കിട്ടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സിലബസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ കഴിയണം. മൂന്നാമത്തേതുള്ളത് നമ്മുടെ ടൈം അഡ്വാൻറ്റേജ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ JEE നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആകെ ഒരു 2 വർഷമാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവിടെ 8 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 4ഉം 5ഉം വർഷം ചെയ്യുന്നുണ്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അവിടെ അവർക്ക് എന്ത് ചെയ്യണം? ലെസ് പ്രഷറാണ് അല്ലേ, അതേപോലെ തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുണ്ട്, കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കാനുള്ള സമയമുണ്ട്. കാരണം എന്തേ, ഈ സിലബസുകളൊക്കെ ഇങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യും? അത്ര പ്രഷർ ഇല്ലാതെ എന്നാലോ നമുക്ക് ഇഷ്ടമുള്ള അഡ്വാൻസ് ലെവലുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പോകാനുള്ള ആ ഒരു സമയം കൂടിയും ഈ ഒരു ടൈം അഡ്വാൻറ്റേജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ്. സോ നമ്മൾ സാധാരണ വിചാരിക്കും 8ാം ക്ലാസ് എന്ന് പറയുന്നത് എന്തിനാണ് ഇത്ര നേരത്തെ JEE നീറ്റ് പോലുള്ള എക്സാമിന്, അതൊന്നും ഇത്ര നേരത്തെ തുടങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ള മിത്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് എന്താ ചെയ്യുക, ഇവിടെ നമ്മൾ ഒരു ഏർലി കോച്ചിങ് കൊടുക്കുന്നതിനപ്പുറത്ത് കാര്യങ്ങളെ, കൺസെപ്റ്റുകളെ, പ്രത്യേകിച്ച് മാത്സ് ആൻഡ് സയൻസിലുള്ള കൺസെപ്റ്റുകളെ ക്ലിയർ കട്ടായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ 8ാം ക്ലാസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടഫായിട്ടുള്ള നീറ്റ് JEE പോലുള്ള എക്സാമുകൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. എക്സാം വൈ ലേണിംഗ് ഇതാണ് ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ട് ഏർലി. ഒരു ദിവസം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു ബിഗ് ഗോൾ അല്ലെ, ഒരു എയിംസിൽ പോവുക അല്ലെങ്കിൽ IIT NIT പോവുക എന്ന് പറയുന്ന ഒരു ബിഗ് ഗോളിലേക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റൂല? എത്താൻ പറ്റൂല. അപ്പോഴാണ് കുറെ കുട്ടികൾ റിപ്പീറ്റും റിപ്പീറ്റും അങ്ങനെ പ്രഷറിന് മേൽ പ്രഷറായിക്കൊണ്ട് കൂടുതൽ സാമ്പത്തികം ചെലവഴിക്കേണ്ടി വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഭയങ്കര ഒരു ടഫ് സ്റ്റേജിലേക്ക് പോകുന്നത്. അതിന് പകരം 8th നിന്ന് തുടങ്ങി 9th 10th അയാൾക്ക് ഒരു നല്ലൊരു ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയൊരു കുട്ടിയാണെങ്കിൽ +1 +2 എന്തായിരിക്കും? അവനക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുവാനും ഈ നീറ്റും JEE ക്രാക്ക് ചെയ്യുവാനും സാധിക്കും. അതിനാണ് എക്സാം വൈ ലേണിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് 8th അല്ല, അതിനു മുമ്പ് തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു 6th മുതൽ എന്ത് ചെയ്യുന്നത് നമ്മൾ നൽകുന്നത്. അപ്പോൾ സ്കൂൾ സിലബസ് തന്നെയാണ്, അതിനെ ഡീപ്പ് ആൻഡ് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിപ്പിക്കുന്നു. അത് ഏറ്റവും നല്ല ഇത്തരത്തിലുള്ള NITകളും IITകളും ഈ പറഞ്ഞ നീറ്റും JEE ക്രാക്ക് ചെയ്ത അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഫാക്കൽറ്റീസിനെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ അനുഭവങ്ങളും അവർ പഠിപ്പിക്കുന്ന മെത്തേഡും നമ്മുടെ സിലബസും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് +2ൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള എക്സാമുകൾ പാസ്സാവാൻ സാധിക്കും. നമ്മുടെ റിസൾട്ടുകൾ എന്താണ്? തീർച്ചയായിട്ടും അതിനുള്ള എക്സാമ്പിളുകളാണ്. സോ 8ാം ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക. അതൊരിക്കലും ഹെവി അല്ല, ഹാർഡല്ല, നമുക്ക് കൂടുതൽ ഈസി ആയിക്കൊണ്ട് നമ്മുടെ ബിഗ് ഗോളുകളെ അച്ചീവ് ചെയ്യാനുള്ള നല്ലൊരു സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? കുറച്ചും കൂടി ഇനിയുള്ള അക്കാഡമിക് ഇയറിൽ കുറച്ചും കൂടി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ കണ്ടു തുടങ്ങുക. താങ്ക്